ഐസ്ക്രീം നോക്കിയിട്ട് പ്ലീസ്. ഇതുകൊണ്ട് എൻ്റെ മോനക്ക് ഐസ്ക്രീം ഉണ്ടാക്കണോ? ഉമ്മച്ചി ഉണ്ടാക്കി തരാട്ടാ. ഈ മാങ്ങ എനിക്ക് എവിടുന്ന് കിട്ടി? ജബീന് തന്നതാണോ? എൻ്റെ മോനക്ക് ജബീന് ഉമ്മ എന്താക്കിക്കോളാൻ വേണ്ടി തന്നത് ഈ മാങ്ങ? ജ്യൂസ് അടിക്കാൻ വേണ്ടി തന്നതല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഐസ്ക്രീം മതി അല്ലേ? അപ്പം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാട്ടാ. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെ വേണം ഇതിലേക്ക്? ഇതാണോ ക്രീം? ആ, ഇതെന്താന്നറിയോ? ഇതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പൊ ഇത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടേ? നമുക്ക് കണ്ട ഐസ്ക്രീം കണ്ടോ നിങ്ങള്? അതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പൊ നമുക്ക് നമ്മളെ മാങ്ങി നമ്മളിത് ഇക്കയ്ക്കും പെങ്ങും കൂടിയിട്ട് ഇവിടെ വിപ്പിംഗ് ക്രീമിനോട് തല്ലൂടെ കേട്ടോ. അപ്പൊ നമുക്ക് മമ്മതേ പരിപാടി ഇടണ്ട. ഇനി എന്താ വേണ്ടത്? എന്നാന്ന് കേട്ടില്ല. ഇനി നമുക്ക് പാല് വേണം. അപ്പം നമുക്ക് പാല് കിട്ടി. താങ്ക് യു. ഒരാളുടെ മാങ്ങയും ക്രീമിനും വേണ്ടിയിട്ടാട്ടോ. ഇന്നെന്താ വേണ്ടത്? എന്തുട്ടാഞ്ഞ്? ഹായ് കപ്പലണ്ടി മുന്തിരി അല്ലേ? അപ്പം നമുക്കിനി കപ്പലണ്ടി മുന്തിരി. അപ്പം നമുക്കിനി പരിപാടി തുടങ്ങാം അല്ലേ ആദമ്മേ? നമ്മൾ എല്ലാം അവിടെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എന്താ മുന്തിരി ആരുണ്ടാക്കാൻ പോണത്? മമ്മതാണ് ഉണ്ടാക്കണത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓയ് നമുക്കിത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാന്ന് ചെറിയ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടിയായിരുന്നു. ഇത് വലിയ മാങ്ങല്ലേ, അതുകൊണ്ട് നമുക്ക് കിട്ടണില്ല കേട്ടോ. കുറേ കഷ്ടപ്പെട്ട് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം ഞാൻ പുറത്തേക്ക് എടുത്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പോന്നിട്ടില്ലേ? ഇല്ല, ഒന്നും കൂടി ഇരിക്കാണ്ട്. കണ്ടോ നമ്മൾ ഇത് ചെറിയ മാങ്ങടത്തൊക്കെ എന്നുണ്ടെങ്കിൽ വേഗം കിട്ടിയിരുന്നു കേട്ടോ. ഇത് വലിയ മാങ്ങല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ അടിഭാഗം പോരാൻ കുറേ കഷ്ടപ്പെട്ട് ഞാൻ. ഇത് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ എടുക്കാം കേട്ടോ. ഈ പഴുപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പഴുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ചും കൂടി എടുക്കാം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് പരീക്ഷണം കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പരീക്ഷിച്ച് നോക്കുക, എന്നെ വിജയിച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടല്ലേ നമ്മൾ എല്ലാതും ഉണ്ടാക്കി നോക്കുക. ഇത് ഞാൻ കുറേ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനക്ക് എന്തായാലും ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവനക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കാം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം മാങ്ങ ഒന്ന് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നാണ് ഞാൻ. ഇനിയും ഇതിൽ ഒരുപാട് പഴുപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് ആവശ്യത്തിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ പഴുപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ പാക്കറ്റിലുള്ളത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായാലും കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് പകുതി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയിൽ നമ്മൾ പാലും വിപ്പിംഗ് ക്രീമും മാങ്ങയുടെ പഴുപ്പും എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഷുഗറാണ് കേട്ടോ, പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ. കാരണം നമ്മൾ ഐസ്ക്രീമിൽ പഞ്ചസാര എന്ത് ഐസ്ക്രീമില്ലേ, പഞ്ചസാര എന്തായാലും മധുരം വേണം ഇല്ലേ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം കേട്ടോ. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ ഉണ്ടോ, പീനട്ട് ബട്ടറിന് ഒരു സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ചിലർക്ക് പീനട്ട് ബട്ടറിന് ടേസ്റ്റ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എനിക്കിഷ്ടം കേട്ടോ. എനിക്കും എൻ്റെ മക്കൾക്കും ഇക്കാക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പീനട്ട് ബട്ടർ ഇട്ടുള്ളത്. അപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ എന്തൊക്കെ വേണം എങ്ങനെയാണെന്നുള്ളതിൻ്റെ രീതിയിലെല്ലാം ഇടേണ്ട സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ട്സ് നിങ്ങളിൽ എന്തുണ്ടോ അത് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ മുന്തിരിയും കപ്പലണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും ഇടാം കേട്ടോ. എൻ്റെ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ ജാറിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ ഒന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നല്ല രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നും കൂടി അടിക്കണ്ടായിരുന്നു, കാരണം മുന്തിരി അതിലേക്ക് എടുക്കുന്നുണ്ട്. മുന്തിരി വല്ലാണ്ട് അടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടിച്ചിട്ട് ഇത് നമ്മുടെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിറഞ്ഞു ഗൈസ്. നമുക്കിതിലോട്ട് ഇല്ലതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ഭംഗിക്കും പിന്നെ നമ്മളിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ച് തിന്നാനുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മേലെ കുറച്ചും കൂടി കപ്പലണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ മാറ്റി വെച്ച നമ്മുടെ മേലത്തെ ഭാഗം ഉണ്ടല്ലോ മാങ്ങയുടെ, അത് ഇതിൽ മുക്കവിടെ വെക്കാം കേട്ടോ. കാരണം ഐസ്ക്രീം കഴിക്കുമ്പോൾ കാണാനും ഒരു ഭംഗി, കഴിക്കാനും ഇതൊക്കെ മുറിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവുമല്ലോ. ബാക്കി വന്നത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മാങ്ങ നമുക്ക് ഒരു ദിവസം എന്താ പറയുക, കുറച്ച് നമുക്ക് 1 ഡേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നല്ല രീതിയിലേക്ക് നമുക്ക് സെറ്റായി കിട്ടണമല്ലോ. അങ്ങനെ നമ്മളത് പിറ്റേ ദിവസമാണ് നമ്മൾ മാങ്ങ എടുക്കണത്. പിറ്റേ ദിവസം രാത്രിയാണ് എടുക്കണത്. അപ്പം നമുക്ക് ഐസ്ക്രീം സെറ്റായി വന്നിട്ട് നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റണില്ല. എൻ്റെ കൈയൊക്കെ നോക്കി ചുവന്നിരിക്കണ കണ്ടില്ല, അത്രയും തണവ്. എനിക്കത് തൊലി കളയാൻ തന്നെ പറ്റാണ്ട് ഞാൻ എങ്ങനെ തൊലി കളഞ്ഞെന്ന് എനിക്കറിയുള്ളൂ കേട്ടോ. നല്ല തണവ്, നല്ല തണവ്. കാരണം ഒരു ദിവസം അങ്ങനെ ഫ്രീസറിൽ ഇരുന്ന മുതലല്ലേ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്യാൻ നോക്കണ്ടേ. അപ്പം നമ്മത് കട്ട് ചെയ്ത് വന്നിട്ട് കണ്ടില്ല, കാണാൻ നല്ല രസമല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ്ക്രീമിൽ കൂടെ തന്നെ നമുക്ക് മാങ്ങയും കൂടി കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമുക്കപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വെയിലത്ത് നല്ല ചൂടാണ്. ഈ ചൂടത്ത് നമുക്ക് വീട്ടിലൊക്കെ വന്ന് കയറിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാങ്ങ സീസൺ ആണല്ലോ, മാങ്ങ കിട്ടാൻ വലിയ ക്ഷാമമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.